വെച്ചാൽ വ്യാഴമാണ്. ആ വ്യാഴം മാത്രം അവിടെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് വന്നു. അത് പിഴച്ചിരുന്നെങ്കിൽ നമുക്ക് പലതും പറയാമായിരുന്നു. അതാണ് സാന്നിധ്യമസ്വാൽ ധിഷണേ അനുകൂലേ പ്രായോനുകൂലാഹ സകലാശ്ച ദേവാഹ. അപ്പൊ എല്ലാ ദേവതാശക്തികളും സാക്ഷാൽ ഇതിന്റെ ഗുരുസ്ഥാനമാകുന്ന രക്ഷിതാക്കന്മാരുടെ പൗരാണിക ആചാരത്തിന്റെ മഹിമയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ക്ഷേത്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിലും ഇതിന്റെ പൂർവികന്മാരായിരുന്ന മഹാത്മാക്കൾ ഇവിടെ ഏറ്റവും അധികം ഓജസ്സും ഐശ്വര്യവും നിലനിർത്തിക്കൊണ്ട് കാവലായിരിക്കുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞത് രവിണ ഗുരുണ. രവിയും ഗുരുവും പ്രസാദിച്ച രാശി തന്നെ. വേറൊരു ഗ്രഹങ്ങളും ലഗ്നത്തിലോ 4ലോ 7ലോ 10ലോ വന്നിട്ടില്ല. ഇതൊരു ക്ഷേത്രം എന്നുള്ള സ്ഥാനത്തിനൊരു മഹാക്ഷേത്രമാകുന്ന ഒരു ഭാവി ഈശ്വരസഹായന നമുക്കുണ്ടാക്കാൻ സാധിക്കും. മാത്രമല്ല ആ സൂര്യനും ഗുരുവും മാത്രം ലഗ്നത്തിലും 4ലും 7ലും 10ലും വേറെ ആരും നിന്നിട്ടുമില്ല. ഇതെന്തോ ഒരു മഹാശക്തിയാണ് ഇവിടെ. ഈ ഭൗതികമായിട്ട് ഈ ക്ഷേത്രം ഉണ്ടായിരുന്ന ഈ സ്ഥലം, അതിന്റെ അടിഭാഗങ്ങളൊക്കെ കാണാണ്ട്. അതിന്റെ തെക്ക് കിഴക്ക് മൂല മറ്റൊരു പറമ്പിന്റെ ഉള്ളിലായിരിക്കുന്നു. അപ്പോൾ ആ സ്ഥലത്ത് പഴയ സ്ഥലത്തിന്റെ ഷെയ്മൂൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുർഘടമാണ്. അപ്പൊ അതിനെ തൊടിയിച്ചുകൊണ്ട് ഉള്ള ആ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം കൈവിടാതെ ഒരു ഭാഗം അതാക്കി. ഞാനിവിടേക്ക് പറയാൻ പറ്റും. ഇനി ഇങ്ങോട്ട് ഇനി പ്രസാദിക്കാത്ത പണി തുടങ്ങാന്നുള്ളോ? അതിന്റെ താമസിപ്പിക്കരുത് എന്ന് പറയേണ്ട ലക്ഷണം. അതെ, ഞങ്ങൾ പറയുന്നത്